hi and welcome to day 7 of introducing Thousand Pets. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഭയങ്കര വിബ്ലി വോബ്ലി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് ആണ്. Look at those colorful and vibrant shades, and here we present to you corn snakes. ഇവർക്ക് ഒത്തിരി മെയിൻ്റനൻസും സംഭവങ്ങളൊന്നും ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു കുഞ്ഞ് ചെറിയൊരു ഗ്ലാസ് അക്വേറിയം കിട്ടിക്കഴിഞ്ഞാൽ അവർ ഹാപ്പിയാണ്. ഒരുപാട് ലാർജ് എൻക്ലോഷേഴ്സ് ഒന്നും അവർക്ക് ആവശ്യമില്ല. ഫുഡ് ആണെങ്കിലും ഇവര് മൈസാണ് ഇവരുടെ ഫേവറേറ്റ് ഫുഡ്. ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ. വൺസ് എ വീക്ക് അല്ലെങ്കിൽ ട്വൈസ് എ വീക്ക് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരാൾ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം പോലും നമ്മൾ ഓർക്കേണ്ട ആവശ്യമില്ല. അറ്റ് ദ സെയിം ടൈം രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഫീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ നമുക്ക് അടുത്ത 2 ദിവസങ്ങളിലേക്ക് നമുക്ക് ഇവരെ എടുക്കാനോ പിടിക്കാനോ ഒന്നും പറ്റത്തില്ല. വേറൊന്നുമല്ല, അവരത് തിരിച്ചു തുപ്പും. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ സ്ഥിരം എടുക്കുകയും കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമാണ് ഇവർ ഇണങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ഇവർ വൈൽഡായി പോകാനുള്ള സാധ്യതയുണ്ട്. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ലൈഫ് സ്പാൻ ആണ്. ഒരു 15 to 20 years ഒക്കെ ഇവർക്ക് ആയുസ്സുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലൈഫ് ലോങ് കമ്പാനിയനും കൂടി ആയിരിക്കും. ഇത് ജനറേഷൻസ് ആയിട്ട് ഇവര് ക്യാപ്റ്റിവിറ്റിയിൽ വളരുകയും ഇവരെ ഇൻബ്രിഡ് ചെയ്യുന്നതും കാരണം നമുക്ക് ഒത്തിരി കളർ വെറൈറ്റീസും കളർ പാറ്റേൺസും ഒക്കെ ഇവർക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അയ്യോ, രണ്ടുപേരും കൂടി ഓടാൻ ശ്രമിക്കുന്നതാണ്, എനിക്ക് പിടിക്കാൻ പറ്റത്തില്ല, കയ്യിലിരുന്നാൽ മതി. ഇച്ചിരി വാം ആൻഡ് ഹ്യൂമിഡ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ് ഇവരുടെ മെയിൻ്റനൻസിന് എപ്പോഴും ഇഷ്ടം. ഈ അക്വേറിയത്തിലൊക്കെ നമ്മൾ ചെറിയൊരു ഹൈഡ് ഔട്ട് സ്പേസ് ഒക്കെ ഇല്ലേ, നമ്മളൊരു എന്തെങ്കിലും ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ പീ പാഡോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്ത് അവർ അതിന്റെ ഇടയിൽ ഒന്ന് ഇച്ചിരി ഒളിച്ചിരിക്കാൻ പാകത്തിനുള്ളൊരു സംഭവം സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഹാപ്പിയാണ്. ഹെൽത്തിന്റെ കാര്യത്തിൽ ബേസിക്കലി നമ്മൾ എപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. കുറച്ചൊക്കെ നമ്മളൊന്ന് വായിച്ച് റിസർച്ച് ചെയ്ത് മെയിൻ്റനൻസിനെ പറ്റി നമ്മളൊന്ന് പഠിക്കണം. പിന്നെ വെറ്റിനറി കെയർ കിട്ടാൻ റെപ്റ്റൈൽസിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വെറ്റിനറിയൻസ് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ. സത്യം പറഞ്ഞാൽ ഇവരിങ്ങനെ കൈ കൂടെ കയറി ഇഴഞ്ഞ് നടക്കുന്നത് അത്യാവശ്യം നല്ലൊരു സോഫ്റ്റ് ആൻഡ് സ്ട്രെസ് ബസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫീലാണ്. നിങ്ങൾക്കത് ശരിക്കും പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഇനി എത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാലും അതിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ യു ഹാവ് ടു അറ്റ്ലീസ്റ്റ് ട്രൈ വൺസ് ഒരു സ്നേക്കിനെ ഹാൻഡിൽ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ കോൺ സ്നേക്സിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു പെറ്റുമായി കാണാം. Until then, take care. Bye bye.